മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം തെന്നല സർവീസ് സഹകരണ ബാങ്ക് ഇഷ്ടക്കാർക്ക് ക്രമവിരുദ്ധമായി വായ്പ നൽകിയത് മൂലം ദുരിതത്തിലായത് 4000-ഓളം നിക്ഷേപകരാണ്. നിക്ഷേപകർക്ക് പണം പിൻവലിക്കാനോ പലിശ നൽകാനോ കഴിയാതെ ബാങ്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണിപ്പോൾ. പണം ആവശ്യപ്പെട്ട് നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ ഒത്തുകൂടി പ്രതിഷേധിച്ചു. വീട് വിറ്റ പണം നിക്ഷേപിച്ച 74-കാരി രുക്മിണിയമ്മ ബാങ്കിന് മുന്നിലെ പ്രതിഷേധ സമരത്തിനെത്തിയതാണ്. അവരുടെ വാക്കുകളിലുണ്ട് ബാങ്ക് ഭരിക്കുന്നവരോടുള്ള പ്രതിഷേധം. ഞാൻ എൻ്റെ വീട് വിറ്റ പൈസ ഇവിടെ കൊണ്ടുവന്നിട്ടതാണ്. ഇപ്പോഴേക്ക് വീടും ഇല്ല. ഞാൻ ഇപ്പോൾ ഗുരുവായൂർ ഒരു ഫ്ലാറ്റ് താമസിക്കുകയാണ്. 6000 രൂപ മാസം കൊടുക്കണം. എൻ്റെ ചിലവും വേണം, ചികിത്സയും വേണം. ഇതെല്ലാം നടക്കാൻ എനിക്കൊരു വഴി ഇപ്പോൾ വാസത്തിലില്ല. 13.5 ലക്ഷം രൂപ ഉണ്ട് ഇവിടെ. 70-കാരിയായ പാത്തുക്കുട്ടി പണം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ദിവസവും ബാങ്കിലെത്തുന്നത്. 10 ലക്ഷം റുപ്യ, 5 ലക്ഷം എൻ്റെ മകളതുകൊണ്ട്. എനിക്ക് വീടുമില്ല, ഇപ്പം പൈസയില്ല, ഒന്നുമില്ല, ഭർത്താവില്ല, ആൺകുട്ടികളില്ല, 2 പെൺകുട്ടികളാണ്. എനിക്ക് ഞാൻ വലിയ വിഷമത്തിലാണ്. പണം ബാങ്കിൽ നിന്ന് കിട്ടാത്തതിനാൽ വീട് പണി പൂർത്തിയായില്ല. മകളുടെ വിവാഹം മുടങ്ങുകയും ചെയ്തു. കൂലിപ്പണിക്കാരനായ ചാത്തുകുട്ടിക്ക് നിർമ്മാണം പൂർത്തിയാക്കി മകളുടെ വിവാഹം പുതിയ വീട്ടിൽ നടത്തണമെന്നാഗ്രഹിച്ച ഒരു പിതാവായിരുന്നു ചാത്തുക്കുട്ടി. അങ്ങനെ എനിക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മകളുടെ ഒരു എൻഗേജ്മെൻറ്റ് വന്നത്. ആ സന്ദർഭത്തിൽ ഞാൻ ഇവരോട് വന്നിട്ട് ഒരു 5 ലക്ഷം റുപ്യ ചോദിച്ചിട്ട് എനിക്ക് ഇവർക്ക് പൈസ തന്നില്ല. ആ കാരണത്താലാണ് എനിക്ക് പൈസ കിട്ടാതെ വരികയും മോളുടെ എൻഗേജ്മെൻറ്റ് മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. കല്യാണം മുടങ്ങിപ്പോയി. അങ്ങനെയാണ് ഉണ്ടായത്. അതിൻ്റെ ശേഷം വീട് പണി നടന്നിട്ടില്ല. വീട് പണി പകുതി പൂർത്തിയായിട്ട് നിൽക്കുകയാണ്, ഫിനിഷായിട്ടില്ല. ഇപ്പോഴും എനിക്ക് ഒരു 5-8 ലക്ഷം റുപ്യ ഇനിയും കിട്ടാനുണ്ട് ഇവിടുന്ന്. പണം ലഭിക്കാതായതോടെ വീട് നിർമ്മാണം പാതി വഴിയിലാണ് അൻവർ സാദിഖിന്. ബാങ്കിൽ നിക്ഷേപമുണ്ടായിട്ടും കടം വീട്ടാൻ കഴിയുന്നില്ല ഈ യുവാവിന്. ഇപ്പോഴത്തെ അവസ്ഥ, ഞാൻ ഏകദേശം ഒരു വർഷം മുന്നേ വീട് പണി തുടങ്ങി. പലതവണ ഈ ബാങ്കുമായി കയറി ഇറങ്ങി. പല ഇഷ്യൂസും പറഞ്ഞിട്ട് നമ്മളവർ പുറത്തടിപ്പിക്കാം. ഇവരെടുത്ത് 500 രൂപ പോലും എടുക്കാത്ത അവസ്ഥയാണ്. ഇതൊരു കൊള്ള സംഘമാണ്. സത്യത്തിൽ ഇത് ഞാൻ മനസ്സിലാക്കിയ അത്ര ആടിനെ പട്ടിയാക്കാന്നില്ലേ, ആ സ്വഭാവക്കാരാണ്. ഇത് കളിച്ചത് ഇതിൻ്റെ ഡയറക്റ്റ് ബോർഡാണ്. ഇതുവരെ ഞാനൊന്നും മുന്നിൽ വന്നിട്ടില്ല, ഇന്നവരാരും കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ വരാൻ കാരണം നമ്മൾ വീട് പണി പൂർത്തീകരിച്ച് അതിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി കടക്കാർ നമ്മളെടുത്തേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഇതിന് വേദന അറിയുന്നത്. 99 വർഷത്തെ പാരമ്പര്യമുള്ള തെന്നല സഹകരണ ബാങ്കിന്റെ ഭരണ നിയന്ത്രണം മുസ്ലിം ലീഗിനായതുകൊണ്ട് നിക്ഷേപകർ ലീഗ് നേതാക്കളെ പലവട്ടം കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചതാണ്. എല്ലാവരും ഒഴിഞ്ഞു മാറുന്നു എന്നതാണ് ഇവരുടെ പരാതി. ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ, നാട്ടുകാരുടെ, അയൽക്കാരുടെ, ജീവിച്ചിരിക്കുന്നവരും ജനിക്കാത്തവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ പേരിൽ വ്യാജ അഡ്രസ്സിൽ വ്യാജ രേഖകൾ അത് ഡയറക്ടർ ബോർഡ് പാസ്സാക്കും. പ്രസിഡന്റ്, സെക്രട്ടറിമാരും ജീവനക്കാരും അതിന് കൂട്ടു നിൽക്കും. അപ്പം അങ്ങനെ അവർ ഒരുപാട് ലോണുകൾ ഇപ്പോൾ ഒരു 20 കോടിയോളം പിരിഞ്ഞു കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ അതിൻ്റെ നേതാക്കന്മാരൊക്കെ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ ശ്രമിക്കാം എന്ന് പറയുന്നല്ലാതെ അവരാരും ഒന്നും ഇതിൽ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. അല്ലല്ല, സ്ഥലം MLA പറയുന്നത് ഞാനല്ലല്ലോ. ഇതിന് മുമ്പേ അവിടെ MLA-മാരുണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങളൊക്കെ അവിടെ പൈസ കൊണ്ടിട്ടത്? എല്ലാവരും ഒഴിഞ്ഞു മാറും. 4000-ഓളം നിക്ഷേപകരുടെ 50 കോടി രൂപ ക്രമവിരുദ്ധമായി വായ്പ നൽകിയതാണ് ബാങ്കിന്റെ തകർച്ചയുടെ പ്രധാന കാരണം. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ വകുപ്പ് തല നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും നിയമക്കുരുക്കിൽപ്പെട്ട് കുരുക്കിലായിരിക്കുകയാണ് തെന്നല സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകരെല്ലാം. ന്യൂസ് മലയാളം, മലപ്പുറം.